23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്നാണ്. പ്രതിരോധ വാണിജ്യ മേഖലകളിലെ നിർണായക കരാറുകൾ ഒപ്പിടും. എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ്. സന്ദർശനം പൂർത്തിയാക്കി രാത്രി പുടിൻ മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം ആദ്യത്തെ വരവാണ് ഇന്ത്യയിലേക്ക് പുടിൻ്റേത്. നിർണായക കരാറുകളിൽ ഒപ്പിടും, അല്ലെങ്കിൽ നിർണായക ചർച്ചകൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയോടെ പുടിൻ മടങ്ങുകയും ചെയ്യും. വിവരങ്ങൾ എങ്ങനെയാണ് പ്രശാന്ത്? ഗുഡ് മോർണിംഗ് അശ്വതി. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും ഏറ്റവും നിർണായക ചർച്ചകൾ തന്നെയാണ് രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുക. പ്രധാനമന്ത്രിയും പുടിനും നേരിട്ട് ചർച്ച നടത്തി ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിരോധ വാണിജ്യ കരാറുകൾ സംബന്ധിച്ച ധാരണയെത്തും. കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുദ്ധവിമാനങ്ങളുണ്ട്, ഒപ്പം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ കൂടുതലായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ ഒപ്പുവെക്കുകയും കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് രാജ്യത്ത് നിർമ്മിക്കുന്ന കൂടുതൽ ആയുധങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും അല്ലാതെ തന്നെ റഷ്യയുടെ സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൂടിയുള്ള ധാരണയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടി ധാരണയിലേക്ക് എത്തണം. നിലവിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മത്സ്യമേഖലയിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി രാജ്യം നേരിടുന്നുണ്ട്. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. തീരുവയുടെ പ്രശ്നം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി, റഷ്യ സഹകരിക്കുന്ന രാജ്യങ്ങളുമായി കൂടി അത്തരം ധാരണയിലേക്ക് എത്തുക ണെങ്കിൽ ഒരുപക്ഷെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും തനത് വരുമാനം രാജ്യത്തിന് വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ കഴിയും. അത്തരം ചർച്ചകൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ്. റഷ്യയുമായുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ധാരണ എത്തിയുകയും എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതോടുകൂടി തന്നെയാണ് അമേരിക്ക ഇരട്ടി തീരുവ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും രാജ്യം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയത് ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ്. കാരണം രാജ്യ താല്പര്യത്തിനാണ് മുൻഗണന, പ്രധാന പരിഗണന ഒക്കെ നൽകുന്നത്. അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിലും സമാന തീരുമാനങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സാങ്കേതിക സംവിധാനങ്ങൾ, ഒപ്പം തന്നെ മാധ്യമ മേഖല, ഇങ്ങനെ നിരവധിയായ ഇടങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായക കരാറുകളിൽ ഏർപ്പെടും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന അമേരിക്ക തന്നെയാണ്. ചൈനയും റഷ്യയും തമ്മിൽ വലിയ ധാരണയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതേ രീതിയിൽ തന്നെ ഇന്ത്യ എത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം അമേരിക്ക വിരുദ്ധ ചേരിയുടെ ഭാഗമാക്കിയാണ് ചൈനയെ റഷ്യ മാറ്റിയിട്ടുള്ളത്. അത്തരം നീക്കത്തിലേക്ക് ഇന്ത്യ പോകില്ല. കാരണം അമേരിക്കയുമായും ഇതേ സൗഹൃദ നിലപാടുകൾ തുടരുന്ന രാജ്യമാണ്. പ്രധാനമന്ത്രിക്കും നല്ല സൗഹൃദങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ പിണക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ സഹകരണത്തിന് ബുദ്ധിമുട്ടാകുന്ന ഒരു തീരുമാനവും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. മറ്റൊന്ന്, രാജ്യത്തെ സുരക്ഷ സംബന്ധിച്ചാണ്. റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒപ്പമാണ് ഇന്ത്യൻ സുരക്ഷാ സംവിധാനം. ഒന്നിച്ചാണ് പുടിനും പ്രധാനമന്ത്രിക്കും എല്ലാം തന്നെ രാജ്യ തലസ്ഥാനത്ത് സുരക്ഷ ഒരുക്കുന്നത്. CCTV സംവിധാനങ്ങളുണ്ട്, AI ഫേസ് റെക്കഗ്നേഷൻ സംവിധാനം, ഇങ്ങനെ നിരവധിയായ സംവിധാനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കമാൻഡോ വിഭാഗം, അത് റഷ്യയുടെയുണ്ട്. ഒപ്പം തന്നെ SPG NSG അടക്കം കമാൻഡോ സംവിധാനങ്ങളുണ്ട്. റോഡുകളിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു പടിയായി ഉയർത്തിക്കൊണ്ടുള്ള 5 തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ചർച്ചകളെല്ലാം പൂർത്തിയാക്കി, ഒപ്പം തന്നെ വിരുന്നുകളും എല്ലാം തന്നെ പൂർത്തിയാക്കി 9 മണിയോടുകൂടി പുടിൻ മടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.